ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ്സുകാലത്തിലെ ഒന്നാം ഞായർ. തപസ്സുകാലം ഉപവാസകാലമാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നർത്ഥം. കർത്താവിൻ്റെ കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ പ്രത്യേകമായിട്ട് കടന്നു വരുന്നത് ഈ തപസ്സുകാലത്തിൽ. തപസ്സുകാലത്തിൽ ആകെ 7 ഞായറാഴ്ചകളുണ്ട്. 7-ാം ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ചയാണ്. 6-ാം ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. അതിനു മുമ്പുള്ള ആ 5 ഞായറാഴ്ചകൾ. ഇന്ന് നമ്മൾ ഈശോയുടെ കൂടെ മരുഭൂമിയിലേക്ക് പോവുകയാണ്, പരീക്ഷകനെ തോൽപ്പിക്കാൻ. അടുത്ത ആഴ്ച നമ്മൾ താബോർ മലമുകളിലേക്ക് പോകും, ഈശോയുടെ മഹത്വം കാണാൻ. അത് കഴിയുമ്പോൾ നമ്മൾ സമരിയയിലേക്ക് പോകും, സമരിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടാൻ. ജീവൻ്റെ ജലം അവൾക്ക് കർത്താവ് കൊടുക്കുക, അത് നുകരാൻ നമ്മൾ പോകുക. അത് കഴിയുമ്പോഴോ അവിടെ തളർവാദം പിടിപെട്ട് കിടക്കുന്ന മനുഷ്യൻ കുളത്തിൻ്റെ കരയ്ക്ക് 38 വർഷമായി. കർത്താവ് അവന് സൗഖ്യമേകുക, ശക്തി പകരുക. അത് കഴിയുമ്പോൾ നമ്മൾ അന്ധനായ മനുഷ്യനെ കണ്ടുമുട്ടുക. ആ അന്ധനായ മനുഷ്യൻ്റെ കണ്ണുകളിൽ കർത്താവ് ചെളി ഉമിനീരിൽ കുഴച്ച് പൂച്ചിട്ട് പോയി കഴുകാൻ പറഞ്ഞു. ശിലോവ കുളത്തിൽ അവൻ കഴുകിയപ്പോൾ അവന് സൗഖ്യം കിട്ടി, സൗഖ്യമേകുന്ന അനുഭവം. എന്നിട്ട് അത് കഴിയുമ്പോഴേക്കും നമ്മൾ ബെഥനിയിലേക്ക് പോകും. അവിടെ മർത്തായും മേരിയും ലാസർ മരിച്ചതിൽ കരയുമ്പോൾ കർത്താവ് അവരോട് ചേർന്ന് കരഞ്ഞു. എന്നിട്ട് ലാസറിനെ ജീവിക്കുന്നവനായി അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത് കഴിയുമ്പോഴാണ് ഓശാന ഞായർ. എന്നിട്ട് അതിൻ്റെ എല്ലാം തിലകക്കുറിയായി ഈസ്റ്റർ ഞായർ. ഇന്ന് നമ്മുടെ തപസ്സുകാലത്തിലെ ഈ ആദ്യത്തെ ഞായറാഴ്ച ഈശോയോട് ചേർന്ന് നമ്മൾ മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഇസ്രയേൽ ജനം 400 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തിട്ടാണ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കുന്നത്. രൂപത്തിൽ പുതിയ ഇസ്രയേലായ ഈശോയോ 40 ദിവസം മരുഭൂമിയിൽ കഴിഞ്ഞുകൂടി സാത്താനെ തോൽപ്പിച്ചു. എന്നിട്ടാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ആ ഈശോയോട് ചേർന്ന് പരീക്ഷകനെ തോൽപ്പിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുകയാണ് ഈ തപസ്സുകാലത്തിൽ. അവിടെ കർത്താവ് പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുക. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോയോട് ചേർന്ന് പരീക്ഷകനെ നേരിട്ട് നമുക്ക് തോൽപ്പിക്കാൻ തയ്യാറാകാം. 3 പരീക്ഷകളാണ് കർത്താവിന് പ്രധാനമായും കൊടുത്തത്. അത് ഈശോയുടെ പരസ്യജീവിതത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ ഈ 3 പരീക്ഷകളെയും കർത്താവ് ജയിച്ചു എന്നുള്ളതാണ്. ഒന്നാമത്തെ പരീക്ഷ അത് കല്ലുകളെ അപ്പമാക്കി തിന്നാനാണ്. കർത്താവിന് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു 40 ദിവസത്തെ ഉപവാസത്തിലൂടെ. സാത്താൻ എന്താ പറയുന്നറിയാവോ? നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ. ജ്ഞാനസ്നാനത്തിൽ കർത്താവ് കേട്ട വചനമാ, നീ എൻ്റെ പ്രിയ മകൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അത് കർത്താവിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഈ പരീക്ഷ രൂപത്തിൽ അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നീ ദൈവപുത്രനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ കർത്താവ് താൻ ദൈവപുത്രൻ എന്നുള്ളതായിട്ട് സംശയിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ പരീക്ഷയെ 3 കർത്താവ് ജയിക്കുക. ആദ്യത്തെ പരീക്ഷ ഒരു വിധത്തിൽ സ്വാർത്ഥതയുടെ പരീക്ഷയാണ്. തൻ്റെ കഴിവുകൾ തൻ്റെ വിശപ്പ് തീർക്കാൻ ഉപയോഗിക്കുക. കർത്താവ് പറയുന്നത്, ദൈവം എനിക്ക് തന്ന കഴിവുകൾ എനിക്ക് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എന്ന് പറയാണ്. അതാണ് മനുഷ്യന് ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്നും പൊഴിയുന്ന ഓരോ വചനം കൊണ്ടും അത്രേ ജീവിക്കുന്നത്. അത് പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകത്തിലെ വചനമാണ്. ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പരീക്ഷകനെ തോൽപ്പിക്കുക. അപ്പോഴേക്കും പരീക്ഷകൻ എന്ത് ചെയ്യുന്നറിയാവോ? പരീക്ഷകൻ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിനെ പരീക്ഷിക്കുക. 91-ാം സങ്കീർത്തനം. ദേവാലയ ഗോപുരത്തെങ്കിൽ നിർത്തിയിട്ട് പറയാണ്, നീ താഴേക്ക് ചാടുക, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവം തൻ്റെ മാലഹമാരെ നിയമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
അവിടെയും പറയുന്ന ഇതാണ്, നീ ദൈവപുത്രനാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവിടെ ആ പരീക്ഷയെ ജയിക്കുക. കർത്താവ് പറയാണ്, ദൈവത്തെ നീ സംശയിക്കരുത്, ദൈവത്തെ നീ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അത് ഒരു വിധത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഈ അഹങ്കാരത്തിൻ്റെ പാപമാണ്. അഹങ്കാരത്തിൻ്റെ പാപമാണ്. നീ വലിയവനാണെന്ന് പറയാം. കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ അവിടെ യഹൂദ അധികാരികളൊക്കെ വന്ന് പറയുന്നില്ലേ, നീ കുരിശിൽ നിന്ന് താഴേക്ക് ചാടുക, നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ്. അപ്പോൾ അത് അവസാനം വന്ന പരീക്ഷയാണ്. ഇവിടെ പരീക്ഷകൻ തന്നെ കർത്താവിൻ്റെ ദേവാലയ ഗോപുരത്തിൽ നിർത്തിയിട്ട് നീ താഴേക്ക് ചാടുക എന്ന് പറയാം. ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവോട് പറയുകയാണ്. മൂന്നാമത്തെ പരീക്ഷ പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അസൂയയുടെ പരീക്ഷയാണ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്തുവാ? മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയ തോന്നിട്ട് അവരെക്കാളും വലുതാണെന്നുള്ളൊരു ചിന്തയാണ്. സാത്താൻ പറയുന്നത്, ഈ ലോകം മുഴുവനും എൻ്റെ കയ്യിലാണ്, ഞാൻ നിനക്കത് തരാം, നീ എന്നെ കുമ്പിട്ട് വണങ്ങുക എന്ന് പറയുക. സാത്താനെ ആരാധിച്ച് ചിലരുണ്ടല്ലോ, ചാത്തൻ സേവ നടത്തുന്നത്, മന്ത്രവാദങ്ങൾ നടത്തുന്നത് എന്തോ വലിയ കാര്യം സാധിക്കാനാണ്. ചിലപ്പോൾ പണം ഒത്തിരി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ സത്യത്തിൽ അവർക്ക് പണം കിട്ടുകയില്ലെന്ന് മാത്രമല്ല, തങ്ങളെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുക. എങ്ങനെയായാലും പ്രിയപ്പെട്ടവരെ, ഈ 3 പരീക്ഷകളിലും കർത്താവ് വിജയിക്കുക. ഇസ്രയേൽ ജനം മരുഭൂമിയിലൂടെ അലയുമ്പോൾ അവർക്ക് വന്ന പരീക്ഷകൾ അവർ തോറ്റുപോയി. അവർ ദൈവത്തിനെതിരെ പിറുപിറുത്തു. അവർ വേറെ രാജാവിനെ കണ്ടെത്തി വേറെ നേതാവിനെ കണ്ടെത്തി തിരിച്ചു പോകാൻ ശ്രമിച്ചു. പല രീതിയിലും അവർ ഒരു വിധത്തിൽ ദൈവത്തിനെതിരെ അവിടെ ശിക്ഷ ദൈവത്തിൽ നിന്നും വരുന്നുണ്ട്. സർപ്പങ്ങൾ വന്നവരെ കടിച്ചു കൊല്ലുന്നുണ്ട്. ചിലപ്പോൾ ഈ ഭൂമി പോലും പിറന്ന ആൾക്കാരെ അവിടെ കൊല്ലുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് കരുണ നിറഞ്ഞവനായിരുന്നു. കാരുണ്യം കാണിച്ചു തൻ്റെ ജനത്തെ, പ്രിയപ്പെട്ടവരെ, ആ ഇന്നലകളുടെ ഓർമ്മയിൽ നിന്നും വിമോചിപ്പിച്ച് പുതിയ ജനമാക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ 40 വർഷത്തിലൂടെ അവിടുന്ന് അവരെ ഈ മരുഭൂമിയിലൂടെ നയിച്ചത്. നമ്മുടെ ജീവിതത്തിലും പരീക്ഷകളുണ്ടാകും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതം ഒരു വിധത്തിലുണ്ടല്ലോ ഈ മരുഭൂമിയിലൂടെ പോകുന്ന ഒരു അനുഭവമാണ്. അവിടെ നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം, പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടാം, ദൈവത്തിൻ്റെ വചനം നിറവേറ്റുവാൻ തയ്യാറാകാം. അങ്ങനെ പരീക്ഷകനെ നമുക്ക് തോൽപ്പിക്കാം. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ തുടക്കം ഈ ആദ്യ മനുഷ്യരെക്കുറിച്ച്, ആദ്യത്തെ ഹവ്വായെക്കുറിച്ച്, അവരെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മൾ വിഭൂതി ബുധനാഴ്ച നമ്മുടെ നെറ്റിയിൽ ചാരം പൂശുമ്പോൾ മനുഷ്യാ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും എന്ന് പറയുന്നൊരു വചനമുണ്ടല്ലോ. കാരണം മനുഷ്യൻ രൂപപ്പെടുത്തപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് എങ്ങനെ മനുഷ്യനെ രൂപപ്പെടുത്തുമോ അതുപോലെ. കളിമണ്ണിലേക്ക് ദൈവത്തിൽ നിന്ന് 3 കാര്യങ്ങൾ വന്നപ്പോഴാണ് അവൻ ജീവിക്കുന്ന മനുഷ്യനായി മാറുന്നത്. അത് നഷ്ടപ്പെടുമ്പോൾ അവൻ വീണ്ടും പൊടിയായി മാറുക. ഏതൊക്കെയാണ് 3 കാര്യങ്ങളെന്നറിയാവോ? ഒന്ന്, അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ്. അത് നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങളിലാണ്. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, ദൈവത്തിൻ്റെ ഛായ. രണ്ടാമത്തേത് എന്താണെന്നറിയാവോ? ഈ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് ഇങ്ങനെ കലം രൂപപ്പെടുത്തുന്ന പോലെ നമ്മൾ എഫേസ്യർക്കുള്ള ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ് എന്ന് പറയാണ്. ദൈവത്തിൻ്റെ കരവേലയുടെ ഫലമാണ് നമ്മൾ ഓരോരുത്തർ. ഈ പൂഴിമണ്ണിനെ കർത്താവ് സ്പർശിച്ചപ്പോൾ, അത് കഴിഞ്ഞിട്ടോ കർത്താവ് അവനിലേക്ക് നിശ്വസിച്ചു എന്ന് പറയാം. ദൈവത്തിൻ്റെ ശ്വാസത്താൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 3 ദൈവികമായ കാര്യങ്ങളാണ് ഈ പൊടിയെ ജീവിക്കുന്ന മനുഷ്യനാക്കി മാറ്റിയത്. നമ്മൾ വീണ്ടും പൊടിയുടെ അവസ്ഥയിലേക്ക് ആയി എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ നിന്ന് ഉയർക്കണം. ഈ 3 കാര്യങ്ങളാൽ നിരന്തരം നിറയപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വപ്നം, ദൈവത്തിൻ്റെ സ്പർശനം, അല്ലെ ദൈവത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തപസ്സുകാലം ഉണ്ടല്ലോ, ആ രീതിയിൽ മുന്നേറാനുള്ള വലിയ കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നാം ഗ്രഹിക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് നാം വിധേയപ്പെടണം. ദൈവാത്മാവിനാൽ നാം പൂരിതരാകണം.
അതിനുവേണ്ടിയുള്ള കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തപസ്സുകാലം. ഈശോനാഥൻ ഈ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഈശോനാഥനെ ആദവുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. ആദം മൂലം പാപം വന്നു, ശിക്ഷ വന്നു, മരണം വന്നുവെങ്കിൽ ക്രിസ്തു മൂലമോ ക്രിസ്തുവിൻ്റെ അനുസരണം വഴിയോ എല്ലാം അനുഗ്രഹം വന്നു, രക്ഷ വന്നു എന്ന് എടുത്തു പറയുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഈ ആദത്തെ ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് തിരുത്തണം. അതിനുള്ള കാലമാണ് നമുക്ക് ഈ തപസ്സുകാലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ വരുന്നത് പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോൾ 51 സങ്കീർത്തനമല്ലേ, അനുതാപ സങ്കീർത്തനമാണ്. നിരന്തരം നമുക്ക് ഈ തപസ്സുകാലത്തിൽ പ്രത്യേകിച്ച് അത് വായിച്ച് ധ്യാനിക്കാം. നമുക്ക് പഴയ ആദത്തെയല്ല, പുതിയ ആദത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാം. നമുക്ക് ഇസ്രയേലിൻ്റെ ആ പാപത്തെ, മരുഭൂമിവാസത്തെ ക്രിസ്തുവിൻ്റെ മരുഭൂമിവാസം കൊണ്ട് തിരുത്തി പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് തയ്യാറാകാം. അങ്ങനെ ദൈവത്തിന് ഏറ്റവും പ്രീതിപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി, ഈശോയെ അനുകരിച്ച് ഈശോയുടെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് ഈശോയുടെ രക്ഷ അനുഭവിക്കുന്നവരായി പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ മുന്നേറാം. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നന്നായിട്ട് ക്രമീകരിച്ചുകൊണ്ട് പരസ്പരമുള്ള ബന്ധങ്ങളിൽ ശരിക്കുള്ള നല്ല മാറ്റം സ്നേഹത്തിലൂടെ വരുത്തിക്കൊണ്ട് നമ്മുടെ തന്നെ ജീവിതത്തെ ദൈവേഷ്ടമനുസരിച്ച് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് ഹിതകരമല്ലാത്തതെല്ലാം വിട്ട് ദൈവത്തിന് ഹിതകരമായ രീതിയിൽ നമ്മളെ തന്നെ, നമ്മുടെ ശരീരത്തെയും നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും നമുക്ക് നിരന്തരം രൂപപ്പെടുത്താം. നമുക്ക് നമ്മളെ നോക്കി ദൈവം പറയുന്നത് കേൾക്കാം. ഈശോയെ നോക്കി പറഞ്ഞില്ലേ, നീ എൻ്റെ പ്രിയ മകൻ, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നിരന്തരം ദൈവവചനം ശ്രവിച്ച് ദൈവാത്മാവിനാൽ പൂരിതരായി ദൈവപ്രവർത്തനത്തിന് വിധേയപ്പെട്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തെ മറക്കാതെ മാറ്റിവെക്കാതെ ദൈവത്തെ ആധാരമാക്കി നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം. അങ്ങനെ വിശുദ്ധിയിൽ വളരാൻ, സമർത്ഥമായ ജീവൻ്റെ ഉടമകളാകാൻ, സ്നേഹത്തിൻ്റെ അവതാരമായി ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു തപസ്സുകാലം ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ആമേൻ.